പോൾ മാസ്റ്റർ എന്നുള്ള ആപ്പിലൂടെ ഒരു സാധാരണ സ്ഥാനാർത്ഥിക്ക് താഴെ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനാദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള പോൾ മാസ്റ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് വാർഡാണോ വേണ്ടത് ആ വാർഡ് സെലക്ട് ചെയ്യുക. അതിൽ ഏതൊക്കെ ബൂത്തുകളാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ബൂത്തുകൾ സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മൊത്തം ഇപ്പോൾ സെലക്ട് ചെയ്തത് 1688 വീടുകളാണ്. അതിൽ 4 വീടുകൾ നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്, 4 വോട്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്. ഈ രീതിയിലാണ് ഈ ഡാഷ്ബോർഡ് വരിക. ഇവിടെ നമ്മളൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് സെർച്ച് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വീട് നമ്പറോ അല്ലെങ്കിൽ ആളുടെ പേരോ അതല്ലെങ്കിൽ ഫാമിലി നെയിമോ അല്ലെങ്കിൽ ഫാദറിൻ്റെ പേരോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു വോട്ടേഴ്സിനെ താഴെ കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 044-1919 എന്നുള്ള വീടാണ് സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലുള്ള ആളുകളുടെ എല്ലാ വോട്ടേഴ്സിൻ്റെ വിവരം വരും. ആ വീട്ടിലുള്ള എല്ലാ വോട്ടേഴ്സിൻ്റെ വിവരം വരും. അതൊന്നും നമുക്ക് ആവശ്യമുള്ളൊരു വോട്ടർ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് മുഹമ്മദ് കോയ എന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ടേക്ക് സർവേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ആഡ് ചെയ്ത് വെച്ച സർവേ, അത് എന്ത് സർവേ ആണ്, എന്തൊക്കെ ചോദ്യങ്ങളാണോ കാൻഡിഡേറ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ചോദ്യങ്ങൾ ഇവിടെ കാണിക്കും. ഇവിടെ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നൽകാം. അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് റെസ്പോൺസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഈ സബ്മിറ്റ് റെസ്പോൺസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റിൻ്റെ ഫോണിൽ അവർക്ക് നമ്മൾ ഈ വീട്ടിൽ വിസിറ്റ് ചെയ്തു എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ പോളിംഗ് സ്ലിപ്പ് വേണമെങ്കിൽ ഈ ഒരു വോട്ടർക്ക് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പോളിംഗ് സ്ലിപ്പ് ഷെയർ ചെയ്യാനും പറ്റും. ഇത് നമുക്ക് മലയാളത്തിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയി ചേഞ്ച് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷനിൽ മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് മലയാളത്തിലായി മാറും.